ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. തിങ്കളാഴ്ച പുലർച്ചെയാണ് ബ്രസീൽ വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള ആദ്യത്തെ സൗഹൃദ മത്സരം കളിക്കുക. എതിരാളികൾ പനാമയാണ്. റിയോ ഡി ജനീറോയിലെ മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരം നടക്കുക. ആ മത്സരത്തിന് മുന്നോടിയായുള്ള ട്രെയിനിങ് സെഷനുകൾ ഇപ്പോൾ ബ്രസീൽ പൂർത്തിയാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഗ്ലോബോ നൽകിയിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇല്ലാത്ത ഒരു താരം ഇപ്പോൾ ഗ്രാൻജ കോമറയിൽ വെച്ചുകൊണ്ട് ബ്രസീലിനോടൊപ്പം ട്രെയിനിങ് നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് വാസ്കോയുടെ സെന്റർ ബാക്കായ ബ്രൂണോ ആൻഡ്രെ എന്ന താരത്തെയാണ് കാർലോ ആഞ്ചലോട്ടി ടീമിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ട്രെയിനിങ്ങിന് വേണ്ടി മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അണ്ടർ-20 ടീമിന്റെ താരമാണ്, അഥവാ ബ്രസീലിന്റെ അണ്ടർ-20 ടീമിന് വേണ്ടി കളിക്കുന്ന സെന്റർ ബാക്കാണ് ഇദ്ദേഹം. വാസ്കോക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. നിലവിൽ ബ്രസീലിന്റെ 2 സെന്റർ ബാക്കുമാർ ടീമിനോടൊപ്പം ഇല്ല. ഗബ്രിയേൽ മഗല്ലസും മാർക്കിഞ്ഞോസും ഇല്ല. കാരണം ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ മത്സരം അവർക്ക് കളിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അഭാവത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ബ്രൂണോ ആൻഡ്രെ എന്ന ഒരു താരത്തെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഈ താരത്തെ കഴിഞ്ഞ ട്രെയിനിങ് സെഷനുകളിൽ ഒക്കെ തന്നെയും പരിശീലകൻ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷേ അമേരിക്കയിലേക്ക് പറക്കുമ്പോൾ ഈ താരം ഉണ്ടാവില്ല. അതുവരെ മാത്രമേ ഇദ്ദേഹം ടീമിനോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഈ യുവതാരത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എക്സ്പീരിയൻസ് ആണ്. വേൾഡ് കപ്പിന് പോകുന്ന താരങ്ങളോടൊപ്പം ട്രെയിനിങ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ താരത്തെ സംബന്ധിച്ചിടത്തോളം മുതൽ കൂട്ടേകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.